അപ്പോൾ ഇനി ഇത് റിപ്പയറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ നോക്കിയിട്ട് പറഞ്ഞായിരുന്നു റിപ്പയർ എപ്പോഴും റിലയബിലിറ്റിക്ക് ഭയങ്കര അനലോഗസ് ആണ്. നമുക്ക് റിപ്പയറബിലിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ മറ്റേ റിലയബിലിറ്റിയുടെ ഡെഫിനിഷൻ പോലെ പറയാൻ പറ്റും. ഈ റിപ്പയറബിലിറ്റിയുടെ ഡെഫിനിഷൻ എക്സാം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അതുപോലത്തെ അനലോഗസ് ആയിട്ടുള്ള, അതായത് റിപ്പയറബിലിറ്റി ഈസ് ദി പ്രോബബിലിറ്റി കീവേഡാണ്. ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ ഡാമേജ് കോമ്പണൻറ്റ് ക്യാൻ ബി restored to its original state in a given time under standard conditions. വ്യത്യാസം വരുന്നത് ഇൻ എ ഗിവൺ ടൈമാണ്, മറ്റേത് മോർ ദാൻ എ ഗിവൺ ടൈം ആയിരുന്നു. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് കൂടുതൽ നേരം പിടിച്ചു നിൽക്കണമെന്നാണല്ലോ. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തിനുള്ളിൽ റീസ്റ്റോർ ആവണമെന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഡാമേജ് ആവുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഡിസ്ട്രിബ്യൂഷനാണ്. പക്ഷേ ഇത് റിപ്പയർ ആവുന്ന ഡിസ്ട്രിബ്യൂഷൻ ലോഗ് നോർമലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡാമേജ് ആവുന്ന ഡിസ്ട്രിബ്യൂഷൻ നോക്കാം, എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അപ്പോൾ അത് നമുക്ക് ഏതാണ് വേരിയബിളാണ്. അപ്പോൾ നമുക്ക് തീറ്റ എന്താണെന്ന് തന്നിട്ടുണ്ട്, തീറ്റ 200 ആണെന്ന് തന്നിട്ടുണ്ട്, ബീറ്റ 1.4 ആണെന്ന് തന്നിട്ടുണ്ട്. അല്ലല്ല, ഇത് ആക്ച്വലി റിപ്പയറിൻ്റെ ആയിരുന്നു, ഇത് റിപ്പയറിൻ്റെ ആയിരുന്നു. നമ്മുടെ ഡാമേജ് ആവുന്നത് ലോഗ് നോർമലാണ്. അപ്പോൾ അല്ല പിന്നെ തെറ്റി ഇത് ഡാമേജ് ആവുന്നതാണ്, ഇത് റിലയബിലിറ്റിയുടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. റിലയബിലിറ്റി വരുമ്പോൾ ഇങ്ങനെ വേരിയബിൾ വരുമ്പോൾ മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയറിൻ്റെ ഫോർമുല എന്താണ്, തീറ്റ ഇൻറ്റു ഗാമ ഫംഗ്ഷൻ ഓഫ് 1+1/β ആണ് വരുന്നത്. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ 200 ഇൻറ്റു 1+1/1.4 എന്ന് വരും. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഗാമ ഫംഗ്ഷൻ ചാർട്ട് ചെയ്യുന്ന വാല്യൂ ഒക്കെ എടുത്ത് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ആൻസർ 182 എന്ന് കിട്ടാം. 182 അവേഴ്സാണ്. അവേഴ്സ് എന്ന് എങ്ങനെ മനസ്സിലായി, കാരണം തീറ്റയുടെ യൂണിറ്റ് അവേഴ്സാണ്. അപ്പോൾ 182 അവേഴ്സാണ് ഇവിടെ മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സ്. ഇനി നമ്മൾ റിപ്പയറിലോട്ട് കിടക്കുമ്പോൾ എം ടി ടി ആറിലെ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എം ടി ടി ആർ എങ്ങനെ കണ്ടുപിടിക്കും, അത് ഏത് ഡിസ്ട്രിബ്യൂഷനാണ്, അതിൽ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അവരെന്ത് തന്നിട്ടുണ്ട്, ടി മീഡിയൻ തന്നിട്ടുണ്ട്. ടി മീഡിയൻ എത്രയാണ്, 2.5 അവേഴ്സാണ്. അതുപോലെ എസ് തന്നിട്ടുണ്ട്, എസ് എത്രയാണ്, 0.87 ആണ്. അപ്പോൾ മീൻ ടൈം ടു റിപ്പയർ ഇവിടെ അവേഴ്സാണ്, അത് മറക്കരുത്. ഇവിടെ അവേഴ്സ് തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ മീൻ ടൈം ടു റിപ്പയർ എത്രയാണ്, ഫോർമുല എന്താണ്, ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ ഏതാണ്. ഇതിപ്പോൾ റിപ്പയർ ആണെങ്കിലും റിലയബിലിറ്റി ആണെങ്കിലും ഏതാണെങ്കിലും ഫോർമുലയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഏത് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഗിവൺ ഡിസ്ട്രിബ്യൂഷന് റിപ്പയർ ആണെങ്കിലും അല്ലെങ്കിൽ ഡാമേജ് ആവുന്നതിനാണെങ്കിലും ഒരേ ഫോർമുല ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫോർമുല വരുന്നത് ടി മീഡിയൻ ഇൻറ്റു e⁻²/2 ആണ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എം ടി ടി ആർ എന്ത് കിട്ടുന്നു, എം ടി ടി ആർ 3.65 അവേഴ്സ് എന്ന് കിട്ടുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ആൻഡ് സിസ്റ്റം MTBF ഓവർ എ പീരിയഡ് ഓഫ് 5 years എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എത്ര തവണ ഇത് ഫെയിലാവും. ഓൾസോ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സും കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും, അപ്പോൾ നമുക്കറിയാം MTBF 182 അവേഴ്സ് ആണ് മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സ്. ഇത് മീൻ ടൈം ടു റിപ്പയർ 3.65 അവേഴ്സ്. നമുക്കിത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. 182 അവേഴ്സ് ഈ സാധനം ഫെയിലാവാൻ എടുക്കും. ഇത് റിപ്പയർ ചെയ്യാൻ 3.65 അവേഴ്സും എടുക്കും. അതായത് ഒരു സാധനം ഫെയിലായി അത് റിപ്പയറായി എടുക്കുമ്പോൾ റീസ്റ്റോർ ആവും, കണ്ടീഷൻ പെർഫെക്റ്റ്ലി റീസ്റ്റോർ ആവും. ആദ്യം ഉണ്ടായിരുന്നു, അത് ഫെയിലായി, പിന്നെ റീസ്റ്റോർ ആയി. അപ്പോൾ അതാണ് മൊത്തം ഒരു സൈക്കിൾ. ആ സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 182 + 3.65 ആണ് അതിൻ്റെ സൈക്കിൾ ടൈം. അതായത് 185.65 ആണ് ഇതിൻ്റെ സൈക്കിൾ ടൈം. ഇനി നമ്മളെങ്ങനെ നമ്പർ ഓഫ് റിപ്പയേഴ്സ് കണ്ടുപിടിക്കും, നമ്പർ ഓഫ് റിപ്പയേഴ്സ് ഇൻ 5 years അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് റിപ്പയേഴ്സ് ഇൻ 5 years, 5 yearsൽ മൊത്തം എത്ര അവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ എത്ര, 5 വർഷം, 5 × 365 ഇൻറ്റു എത്ര, 24, ഇത്രയും സമയമുണ്ട്. എത്ര മോഡ്യൂളുണ്ട്, മൊത്തം 4 മോഡ്യൂളുണ്ട്. അപ്പോൾ ഈ 4 മോഡ്യൂളും ഡാമേജ് ആവില്ലേ, 4 മോഡ്യൂൾ റിപ്പയർ ചെയ്യണ്ടേ. അപ്പോൾ അത് ×4 വരും. ×4 വന്നിട്ട് ഡിവൈഡഡ് ബൈ എത്ര, നമുക്കിപ്പോൾ സൈക്കിൾ ടൈം വരുന്നത് 185.65 അവേഴ്സാണ് വരുന്നത്. അപ്പോൾ 185.65 ആണ് ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇത് മൊത്തം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം, 5 വർഷത്തെ സമയം. ഇത് ഒരു ഡിവൈസിൻ്റെ സൈക്കിൾ ടൈം 185.65. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 943.6
0.71 നമ്പർ ഓഫ് റിപ്പയേഴ്സാണ് ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത്. ഇനി സിസ്റ്റം MTTF കണ്ടുപിടിക്കണം. സിസ്റ്റം MTTF എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഈ സിസ്റ്റം മൊത്തത്തിൽ ഫെയിൽ ആവാൻ എടുക്കുന്ന മീൻ ടൈം അത് കണ്ടുപിടിക്കാനും എങ്ങനെയാണ്, മുകളിൽ ടൈമല്ലേ വരേണ്ടത്, കാര്യം മീൻ ടൈം ടു ഫെയിലിയറില്ലേ. അപ്പോൾ 5 വർഷത്തെ സമയം 5 × 365 × 24. ഇവിടെ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം എന്താ, സിസ്റ്റമാണ്, നമ്മൾ സിസ്റ്റത്തിൻ്റെ MTTF ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോഡ്യൂൾസ് അല്ല, സിസ്റ്റം ഏത് മോഡ്യൂൾ ഫെയിൽ ആയാലും സിസ്റ്റം ഫെയിൽ ആവും. അപ്പോൾ അവിടെ ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ന്യൂമറേറ്ററിൽ അത് വരും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമ്പർ ഓഫ് റിപ്പയേഴ്സ്, മൊത്തം എത്ര സമയമുണ്ടോ ഡിവൈഡഡ് ബൈ എത്ര റിപ്പയേഴ്സ് നമ്മൾ ചെയ്തു എന്നതിൻ്റെ റേഷ്യോ ആയിരിക്കുമല്ലോ സിസ്റ്റം MTTF. അത് നമുക്ക് 46.41 എന്ന് കിട്ടും. അതായത് എത്ര സമയം മൊത്തം ഉണ്ടോ ഡിവൈഡഡ് ബൈ എത്ര തവണ റിപ്പയർ ചെയ്തു, അതാണല്ലോ ഒരു സിസ്റ്റം ഫെയിൽ ആവാൻ എത്ര സമയം എടുക്കും എന്നുള്ളതിൻ്റെ ഒരു മെഷർ. അതുകൊണ്ടാണ് അങ്ങനത്തെ റേഷ്യോ വരുന്നത്. അപ്പോൾ അവിടുത്തെ ആൻസർ ഈ 46.41 എന്ന് കിട്ടും.